ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഒരു ഇത്തിരി കടുക് ഇട്ടു. നമ്മൾ ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാള മുളകിട്ട് വയ്ക്കാനാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് ഇതിൽ, അതിട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നപ്പോൾ ഇത്തിരി ചെറിയ ഉള്ളി ഉണ്ട്, കറിവേപ്പില, പച്ചമുളക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിൽ മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, കാശ്മീരി മുളക് പൊടി ഉണ്ട്, ഉപ്പുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. കുടംപുളി ഇത് മൂത്ത് വന്നപ്പോൾ കുടംപുളി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി, തക്കാളി. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്തത്. പിന്നെ കുടംപുളി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. ഇനി നമുക്ക് വെള്ളം തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച് ആറിയിട്ടുണ്ട് ഇത്, അതുകൊണ്ട് കുഴപ്പമില്ല. പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം കഴിയുന്നതും ഒഴിക്കാതിരിക്കുക. പച്ചവെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിത് മീൻ ഞാൻ ഇത്തിരി എന്താ പറയുക, വിനീഗറിൽ ഇത്തിരി കടുക് ചതച്ചത് ഇട്ടിട്ട് അത് കഴുകി ആദ്യം, അതിന് ശേഷം വിനീഗർ ഒഴിച്ചിട്ട് കഴുകി വെച്ചേക്കാം കേട്ടോ. അല്ലെങ്കിൽ അത്ര ഫ്രഷ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഭയങ്കര വിലയാണ്, 350 രൂപയാണ് 1 കിലോ ചാളയുടെ വില. 1 കിലോ അയിലയുടെ വില 400 രൂപ. എങ്ങനെയുണ്ട്? കറിവേപ്പില എത്ര വേണമെങ്കിലും ഇവിടെ ഞാൻ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനങ്ങനെ നമുക്ക് ഇങ്ങനെ പെറുക്കി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ പ്രാവശ്യം കഴുകിയതാണ്. കണ്ണീര് മൈരിയാവണം വരെ കഴുകുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് മീനും തുറന്നു കേട്ടോ. അറ്റിപ്പൊളിയായിട്ടുണ്ട്. ഒന്നും കൂടി വറ്റിയാൽ നമ്മുടെ മീൻ മുളകിട്ടത്, ചാള മുളകിട്ടത് കൈ പൊള്ളുന്ന വില. ഇപ്പം കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടാണ്. കഴിഞ്ഞിട്ട് നമ്മളിത്തിരി സ്റ്റൗ ഓഫ് ചെയ്തു. പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അത് കപ്പയുടെ കൂടെ കഴിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ചക്കയുള്ളത്, ചക്ക കുഴച്ചിട്ട് കഴിക്കണ ഇതുണ്ടല്ലോ, അതേമാതിരി കഴിക്കുക. അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതേമായി തന്നെ ഉണ്ടാക്കി നോക്കണേ. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ച് ചേർക്കാം. മിക്സിയിലൊന്ന് അരച്ചാൽ ഇതും കൂടി നല്ല ചാറ് കുറുകിയിരിക്കും. ഇത് ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. ഇനി വറ്റും, ഈ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ വറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.